അരളിച്ചെടിയുടെ നീര് കഴിച്ചത് കാരണമാണ് യുവതിക്ക് മരണം സംഭവിച്ചതെന്ന് കേട്ടപ്പോൾ അക്ഷരാർത്ഥത്തിൽ നമ്മൾ എല്ലാവരും ഞെട്ടി. എന്നാൽ അരളിയിൽ വിഷമുണ്ടെന്നത് പുതിയ കാര്യമല്ല. ഇലയും പൂവും തണ്ടും വേരുമടക്കം സർവ്വതും വിഷമയമാണ് അരളിയുടേത്. ഇക്കാര്യം പണ്ടു മുതലേ പലർക്കും അറിയാവുന്നതുമാണ്. പണ്ടു വീടുകളുടെ വേലിയിൽ ഈ ചെടി വെച്ച് പിടിപ്പിക്കുമായിരുന്നു. പലപ്പോഴും ഇത് കഴിക്കുന്ന ആടും പശുവുമെല്ലാം ചത്തൊടുങ്ങാറാണ് പതിവ്. എന്നാൽ അരളി വിഷാംശമുള്ള ചെടിയാണെന്ന് ഇക്കാലത്ത് പലർക്കും അറിയില്ല എന്നതാണ് വാസ്തവം. അരളിയിലെ വിഷം ആദ്യം ഹൃദയത്തിന്റെ പ്രവർത്തനത്തെ പതിയെയാക്കുകയും തടയുകയും ചെയ്യുന്നു. അതിനുശേഷം മരണത്തിലേക്ക് നയിക്കുകയാണ് ചെയ്യുന്നത്. കരൾ, ശ്വാസകോശം, ഹൃദയം എന്നിവയെ ഈ ചെടിയിലെ വിഷം നേരിട്ട് ബാധിക്കും. സയനൈഡിന്റെ 1/3 സ്പീഡിലാണ് ഈ വിഷം ശരീരത്തിൽ പ്രവർത്തിക്കുന്നത്. അരളിയുടെ ഇല ചവച്ചരച്ചാൽ വിഷാംശമുള്ള നീര് പെട്ടെന്ന് ശരീരത്തിൽ എത്തുകയും വൈകാതെ ഛർദി, തലകറക്കം തുടങ്ങിയവ ഉണ്ടാവുകയും ചെയ്യുന്നു. ഇങ്ങനെ സംഭവിച്ചാൽ പ്രഥമ ശുശ്രൂഷയായി മോര്, ചെറുനാരങ്ങ വെള്ളം എന്നിവ രോഗിക്ക് കൊടുക്കാവുന്നതാണ്. അരളി മാത്രമല്ല വിഷമുള്ളവ വേറെയുമുണ്ട് എന്നത് അറിയാത്തവരുമുണ്ട്. കാഞ്ഞിരവും ആകെ വിഷമയമാണ്. കാഞ്ഞിരത്തിന്റെ കായിലാണ് ഏറ്റവും കൂടുതൽ വിഷമുണ്ടാവുക എന്ന് പറയാറുണ്ടെങ്കിലും വേരിലും തടിയിലും വിഷാംശങ്ങളുണ്ട്. പൂജയ്ക്ക് ഉപയോഗിക്കുന്ന എരുക്കും വിഷാംശം ഉള്ളതാണ്. എന്നാൽ മറ്റുള്ളവയേക്കാൾ വിഷാംശം ഇതിന് കുറവാണ്.